പുണ്യാത്മാക്കളെ, കാലന്റെ ലോകത്തിലേക്ക് സാക്ഷാൽ പരമാത്മാവ് സ്വയം വരികയും തൻ്റെ മക്കൾക്ക് തത്വജ്ഞാനത്തിൻ്റെ അറിവ് പകർന്നു നൽകുകയും ഈ ദാസനിൽ പ്രവർത്തിക്കുന്നത് പൂർണ്ണ പരമാത്മാവായ കബീർദാസിൻ്റെ ശക്തിയാണ്. നിങ്ങൾ ഭക്താത്മാക്കളെയെല്ലാം ആ കാലൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാനാണ് പരമാത്മാവ് വന്നത്. ഫാൽഗുൻ ശുക്ലപക്ഷ 1-ാം തീയതി വിക്രമി സമ്പത്ത് 2053 ഞായറാഴ്ച 1-ാം തീയതിയാണ് നിങ്ങൾക്കെല്ലാവർക്കും മോക്ഷം ലഭിക്കുന്നതിനായി സർനാം സാർ ശബ്ദ് പരസ്യമായി നൽകാൻ അദ്ദേഹം ആജ്ഞാപിച്ചു. അതുമൂലം നിങ്ങൾക്കെല്ലാവർക്കും മോക്ഷം ലഭിക്കുന്നതാണ്. ഇതിനുശേഷം ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ വളരെയധികം വേഗത വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഭക്താത്മാക്കൾക്കെല്ലാം ആ പരമാത്മാവിനെ കൂടുതൽ അടുത്തറിയാനായിട്ട് സാധിക്കുകയും ചെയ്തു. 600 വർഷങ്ങൾക്ക് മുമ്പ് പരമാത്മാക്കളെ നമ്മൾ മനസ്സിലാക്കാതെ കാലത്തിൻ്റെ മായാജാലത്തിൽ പെട്ടിക്കിടക്കുകയായിരുന്നു. അടുത്ത പ്രാവശ്യം സാധാരണക്കാരെപ്പോലെ ഒരിക്കലും പരമാത്മാക്കളെ കാണരുത്. ഇപ്പോൾ നിങ്ങൾ ഈ പരമാത്മാവ് എന്താണെന്നും അതിലേക്ക് എങ്ങനെയാണ് അടുക്കേണ്ടതെന്നും ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ പരമാത്മാവിനെ കൂടുതൽ അടുത്തറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ നോക്കൂ. പിന്നെ നിങ്ങളുടെ സഹോദരന്മാരോടും സഹോദരിമാരോടും കൂടി ഈ കബീർ പരമാത്മാവിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ നോക്കൂ. നമ്മൾക്ക് ഈ കബീർ പരമാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. അന്ന് നടന്ന ഒരു സംഭവത്തിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ യഥാർത്ഥ സംഭവം ആ ദിവ്യ സംഭവത്തെക്കുറിച്ചാണ്. അതായത് ഇന്ന് വരെ ആരും അറിയാത്ത രഹസ്യത്തെക്കുറിച്ച്. ആ രഹസ്യം വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുകയാണ്. സന്ത് രാംപാൽജി മഹാരാജിന്റെ ആ വിശേഷപ്പെട്ട ദിവസത്തിൽ ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ ഭക്തസമൂഹത്തിന്റെ മുൻപിൽ വെറും സാങ്കേതികമായി വെറും വർണ്ണനകൾ മാത്രമാണ് അദ്ദേഹം നൽകിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം ആ ദിവ്യ സംഭവം പൂർണ്ണമായും വിവരിക്കാൻ പോവുകയാണ്. ഈ സംഭവം ആ ദിനത്തിലാണ് സന്ത് രാംപാൽജി മഹാരാജിന് കബീർ പരമേശ്വർജി നേരിട്ട് വന്ന് ദർശനം നൽകിയ ആ ദിവസത്തിലാണ്. ഗുരുദേവ് രാംദേവാനന്ദജി മഹാരാജ്, ഇത്രയും വലിയ ഉത്തരവാദിത്വം നൽകാൻ ഈ ദാസനെ നിങ്ങൾ എന്താണ് കണ്ടതെന്ന് എനിക്കറിയില്ല. അങ്ങയുടെ ഗുരുസ്ഥാനത്തിരുത്തി അവസാന ശ്വാസം വരെ അങ്ങ് നൽകുന്ന ലോകക്ഷേമത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ജോലികൾ പൂർത്തിയാക്കുന്നതിൽ ഈ ദാസൻ സമർപ്പിതനായിരിക്കും. എനിക്ക് എന്ത് സംഭവിച്ചാലും എല്ലാ വീട്ടിലും യഥാർത്ഥ അറിവും പരമാത്മാവിൻ്റെ യഥാർത്ഥ മന്ത്രവും പ്രചരിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പോവുകയുള്ളൂ. ഈ ദാസൻ തൻ്റെ ജീവിതകാലം മുഴുവൻ ദൈവമാർഗത്തിൽ പ്രവർത്തിക്കും. പരമാത്മാവിൻ്റെ ജ്ഞാനവും ഉപദേശവും എല്ലാ സാധാരണക്കാരിലേക്കും ഞാൻ എത്തിക്കുക തന്നെ ചെയ്യും. ഈ ദാസൻ എന്നും ഈ പരമാത്മാവിൻ്റെ മാർഗത്തിലൂടെ തന്നെയായിരിക്കും സഞ്ചരിക്കുന്നത്. ഫാൽഗുണ ശുക്ലപക്ഷ ഏകാദശി വിക്രമി സമ്പത്ത് 1997 മാർച്ച് 9-ാം തീയതി ഞായറാഴ്ചയാണ് അത് സംഭവിച്ചത്. സന്ത് രാംപാൽജി മഹാരാജ് ഹരിയാന ജില്ലയിലെ ഏതോ ഒരു ഉൾഗ്രാമത്തിൽ ഗരീബ് ദാസ് ജി മഹാരാജിൻ്റെ ഉപദേശങ്ങൾ വർണ്ണിക്കാൻ വേണ്ടി പോവുകയായിരുന്നു. അവിടെ ചില കാരണങ്ങൾ കൊണ്ടത് നടക്കാതെ പോയതിനാൽ അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. അവിടെ നിന്ന് പോകുന്ന സമയത്ത് സന്ത് രാംപാൽജി മഹാരാജ് കബീർ പരമാത്മാവിൻ്റെ ഓർമ്മയിൽ മുഴുകി തൻ്റെ ഇരുചക്രവാഹനം ഓടിച്ചുകൊണ്ട് അദ്ദേഹം പോവുകയായിരുന്നു. സന്ത് രാംപാൽജി മഹാരാജ് ഒരു ചെറിയ കടയുടെ മുന്നിലെത്തിയപ്പോൾ തൻ്റെ ഇരുചക്രവാഹനം നിർത്തി. നമസ്കാരം മഹാരാജ്. റാം റാം ഭഗത്ജി. മഹാരാജിക്ക് ചായയും സമൂസ എടുക്കട്ടെ? ആ ഭഗത്ജി, നിങ്ങൾ എടുത്തോളൂ. ഈ നിഷ്കളങ്കമായ ഭഗത്തിനെയും പരമാത്മാവിൻ്റെ ഉപദേശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഭഗത്ജി, നിങ്ങൾ കബീർ പരമാത്മാവിനെ കൂടുതൽ അറിയേണ്ടതാണ്. മനുഷ്യ ജീവിതം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ മാനുസർജനം ഭഗത്ജി, ഇപ്പോൾ ആർക്കും ആരെയും വിശ്വാസമില്ല. ആർക്ക് വേണമെങ്കിലും മനസ്സിൽ എന്ത് വേണമെങ്കിലും തോന്നാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കബീർ പരമാത്മാവിനെ അടുത്തറിയണമെന്ന്. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ജീവിതം അനുഗ്രഹമാക്കൂ. ആ കബീർ പരമാത്മാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും എന്നും അനുഗ്രഹിക്കുന്നതായിരിക്കും. പിന്നെ മരണശേഷം നിങ്ങൾക്ക് മോക്ഷവും ലഭിക്കുന്നതായിരിക്കും. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് മഹാരാജ്. ഏ കബീർ പരമാത്മാവേ,
ഈ ജീവിതത്തിലെ ഒരു നിമിഷത്തിലും ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഈ വൃത്തികെട്ട ലോകത്ത് ഒരാൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു? എപ്പോൾ എന്ത് സംഭവിക്കുമെന്നും എപ്പോഴാണ് രോഗം ബാധിക്കുന്നതെന്നും എപ്പോഴാണ് നമ്മൾക്കൊരു അപകടം സംഭവിക്കുന്നതെന്നും എപ്പോൾ വേണമെങ്കിലും ആർക്കും എന്തും സംഭവിക്കാവുന്ന ഈ ലോകത്തിൽ അങ്ങയുടെ ഭക്തി കൂടാതെ ഇവിടെ ആർക്കും നിരന്തരമായ സുഖം ലഭിക്കില്ല. അതേപോലെ മോക്ഷവും ലഭിക്കുന്നതായിരിക്കില്ല. ഈ നിഷ്കളങ്ക ജീവികൾ ഇതെപ്പോഴാണ് മനസ്സിലാക്കുക? അവരുടെ മനസ്സിലുള്ള ഈ അന്ധത എപ്പോഴാണ് നീങ്ങുക? പരമാത്മാവേ, നീ മാത്രമേ കരുണ കാണിക്കൂ. കബീർ പരമേശ്വര, നിന്റെ ഭക്തി കൂടാതെ നിഷ്കളങ്ക ജീവികൾ ജീവിതം പാഴാക്കുകയാണ്. ചായ കുടിച്ചതിന് ശേഷം സന്ത് രാംപാൽജി മഹാരാജ് മാത്തൻഹേൽ എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. बिन उपदेश अचंभ है, क्यों जीवत है प्राण, और भक्ति बिना काठोर है, ये नर नहीं पाषाण. അങ്ങനെ പോകവേ സന്ത് രാംപാൽജി മഹാരാജ് സ്കൂട്ടർ ഒരു വഴിയരികിൽ നിർത്തുന്നു. ജലസേചന വകുപ്പിൽ ജൂനിയർ എഞ്ചിനീയർ ആയിരുന്നപ്പോൾ സന്ത് രാംപാൽജി മഹാരാജ് തന്നെയാണ് ഈ പാലം ഇവിടെ നിർമ്മിച്ചത്. അതുതന്നെയാണ് ഈ പാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. കാരണം ഈ പ്രദേശം ഒരു കാട് പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കാൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടവുമായിരുന്നു. ജോലിക്കിടയിൽ ഇവിടെ ഇരുന്ന് അദ്ദേഹം പരമാത്മാവിന്റെ ഓർമ്മയിൽ എന്നും മുഴുകുമായിരുന്നു. കബീർ പരമാത്മാവെ, അന്ന് ഞങ്ങൾക്ക് വേണ്ടിയാണ് 600 വർഷം മുമ്പ് ഒരു പാവം നെയ്ത്തുകാരൻ്റെ രൂപം സ്വീകരിച്ചത്. 120 വർഷം അങ്ങേ വൃത്തികെട്ട ലോകത്ത് ജീവിച്ചു. അങ്ങേ അവർ ചൂടുള്ള എണ്ണയിലേക്ക് എറിഞ്ഞു. കൊലയാളിയായ ആനയെ ഉപയോഗിച്ച് അങ്ങയെ കൊല്ലാൻ ശ്രമിച്ചു. നദിയിൽ മുക്കി കൊല്ലാൻ ശ്രമിച്ചു. അങ്ങയെ അപകീർത്തിപ്പെടുത്താൻ വ്യാജ കത്തുകൾ നിർമ്മിച്ചു. എത്ര ക്രൂരതകളാണ് അങ്ങയോട് അവർ കാണിച്ചത്. എന്നിട്ടും കരുണാമയനായ കബീർ പരമാത്മാവെ, അങ്ങ് എല്ലാവരോടും ക്ഷമിച്ചു. അങ്ങയുടെ ശ്ലോകത്തിൽ നിന്ന് വിട്ടുപോയ ആത്മാക്കളെല്ലാം അങ്ങയുടെ അഭയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി എല്ലാ തത്വജ്ഞാനവും സഹജീവികളിലേക്ക് എത്തിക്കാനായിട്ട് അങ്ങ് എന്താണ് ചെയ്യാതിരുന്നത്? साहेब कबीर आजा आत्मा तोए पुकारती, तेरे हाथ में चाबी हो सतगुरु सतलोक द्वार की. साहेब कबीर आजा आत्मा तोए पुकारती, तेरे हाथ में चाबी हो सतगुरु सत लोक द्वार की. രാം രാം ഭഗത് ജി. റാം റാം. വന്നാട്ടെ ഭഗത് ജി, അങ്ങ് ഇരുന്നാലും എന്തിനാണെന്ന് നിൽക്കുന്നത്? സന്ത് രാംപാൽജി മഹാരാജ് പാലത്തിന്റെ മുകളിൽ തന്റെ കയ്യിലുള്ള വിരി വിരിച്ചിട്ട് മഹാത്മജിയോട് അവിടെ ഇരിക്കാനായി അഭ്യർത്ഥിക്കുന്നു. നീ എവിടെ നിന്നാണ് വരുന്നത് മകനെ? നീ എന്താണ് ചെയ്യുന്നത്? ഭഗത് ജി, വാസ്തവത്തിൽ എൻ്റെ ഗ്രാമം ധനാനയാണ്. അത് സോണിപത് ജില്ലയിലാണ്. ഇപ്പോൾ ഞാനൊരു ചെറിയ വീട് പണിത് റോഹ്തക്കിൽ താമസിക്കുന്നു. ഞാനൊരു ജൂനിയർ എഞ്ചിനീയർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു. മകനെ, ധനാനയിലും രോഹത്കിലുമുള്ള നിന്റെ വീടിനെ കുറിച്ച് എനിക്ക് വളരെ നന്നായി അറിയാം. കൂടാതെ നിനക്ക് 2 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, നിന്റെ ഈ ജന്മത്തിന് മുൻപ് നിങ്ങളുടെ വീട് എവിടെയായിരുന്നു അറിയാമോ എന്നാണ്. അയ്യോ, ഈ മഹാത്മജിക്ക് എന്നെക്കുറിച്ച് ഇത്രമാത്രം വിവരം എവിടെ നിന്നാണ് കിട്ടിയത്? മഹാത്മാജി, ജനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സത്യോഗത്തിലായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങളുടെ വീട്. എനിക്ക് തോന്നുന്നത് ഈ മഹാത്മജി രാധാസ്വാമി വിഭാഗത്തിൻ്റെ അനുയായിയാണെന്നാണ്. ഇദ്ദേഹത്തിന് സത്യത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുണ്ടാവും. എൻ്റെ ഗുരു സ്വാമി രാംദേവാനന്ദജിയാണ്. പിന്നെ എൻ്റെ ദൈവം കബീർ ദേവ്ജിയാണ്. അദ്ദേഹമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. ചില വിഭാഗങ്ങൾ സത്യോഗത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ സത്പുരുഷൻ രൂപരഹിതനാണെന്ന് അവർ പറയുന്നു.
അത് പൂർണ്ണമായും തെറ്റാണ്. ഭഗത്ജി, ഞാനും സന്ത് ഗരീബ്ദാസ് ജിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തജ്ജർ ജില്ലയിലെ ചുഡാനി ഗ്രാമത്തിൽപ്പെട്ടയാളായിരുന്നു അദ്ദേഹം. 10 വയസ്സുള്ളപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു മഹാത്മാവിൻ്റെ രൂപത്തിൽ അദ്ദേഹം കബീർദാസ് ജിയെ കണ്ടുമുട്ടുകയായിരുന്നു. അതിനുശേഷം കബീർ പരമാത്മാവ് ഗരീബ്ദാസ് ജിയുടെ ആത്മാവിനെ തന്നോടൊപ്പം സത്ലോകത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും കാണിച്ചു കൊടുത്ത ശേഷം അദ്ദേഹത്തെ ഈ ഭൂമിയിൽ തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം അതേ ബാലനായ ഗരീബ്ദാസ് തന്നെയാണ് സത്ലോകത്തെക്കുറിച്ച് ആദ്യമായി മനുഷ്യന്മാരെ അറിയിച്ചത്. അവിടെ എല്ലാ സുഖസൗകര്യങ്ങളും ലഭ്യമാണ്. നിത്യഹരിത ഉദ്യാനങ്ങളും പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സൃഷ്ടികളുമുണ്ട്. അവിടെ ഒരു താഴികക്കുടമുള്ള കൊട്ടാരത്തിൽ കബീർദാസ് പരമാത്മാവ് തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് തന്നെയാണ് കബീർ പരമാത്മാജി ഈ സൃഷ്ടിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ നമ്മൾ എല്ലാവരും അവിടെ ജീവിച്ചിരുന്നു. അവിടെ തന്നെയാണ് നമ്മൾക്ക് പോകേണ്ടത്. ചിലർ പറയുന്നു സത്ലോകത്തിൽ വെളിച്ചം മാത്രമേ ഉള്ളൂവെന്ന്. അവരുടെ അറിവ് തെറ്റാണ്. അവർക്ക് മോക്ഷം നേടാൻ സാധിക്കില്ല. ഭഗത്ജി, ആ ബാലൻ ഗരീബ്ദാസ് ജി തൻ്റെ ശ്ലോകങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്, അനന്തമായ പ്രപഞ്ചത്തിൻ്റെ ഒരു തരി ഭാരം പോലുമല്ല, മറിച്ച് കബീർജിയാണ് ഈ ഗുരുകുലത്തിൻ്റെ യഥാർത്ഥ സൃഷ്ടാവെന്ന്. ആരാണ് കബീർ? ഞങ്ങളാണ് സുൽത്താനെ അങ്ങനെ ഉപദേശിച്ചതും നാനക്കിനെ സത്പാതയിലേക്ക് നയിച്ചതും ധാതുവിന് തത്വജ്ഞാനം നൽകിയതും ഞങ്ങളാണ്. നീ വളരെ സന്തോഷകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കൂടുതൽ പറയൂ. തൻ്റെ അറിവ് അപൂർവമാണെന്ന് അയാൾക്ക് തോന്നുന്നു. നാമദീക്ഷ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പരമാത്മാവുമായി ബന്ധപ്പെടാൻ സാധ്യതയുണ്ട്. ഭഗത്ജി, നിങ്ങൾക്ക് മോക്ഷം നേടണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊറ്റ വഴി മാത്രമേ ഉള്ളൂ, നാം ദീക്ഷ. എൻ്റെ ഗുരുജി എന്നെ നാം ദീക്ഷ നൽകാനായി നിയമിച്ചിട്ടുണ്ട്. അത് ഞാൻ തീർച്ചയായും പാലിക്കും. അതിനുവേണ്ടി ഞാൻ എൻ്റെ വീടും ജോലിയും ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ ഗുരുദേവൻ്റെ ആജ്ഞപ്രകാരമാണ് ഞാൻ ഈ സത്യാനത്തെ പ്രചരിപ്പിക്കുന്നത്. മകനെ, നിന്റെ ഗുരുജി നിന്നോട് സാർ നാം പിന്നെ സാർ ശബ്ദം നൽകാനായി നിർദ്ദേശിച്ചിരുന്നുവോ? ഇദ്ദേഹത്തിന് എങ്ങനെയാണ് സർനാം സാർ ശബ്ദത്തെക്കുറിച്ച് മനസ്സിലായത്? സർനാം ഇപ്പോൾ ഒരു കാരണവശാലും പരസ്യമാക്കരുതെന്ന് ഗുരുദേവൻ എന്നോട് ഉത്തരവിട്ടിരുന്നു. ഞാൻ കബീർജിയെ നേരിട്ട് കാണുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം സർനാം പരസ്യമാക്കേണ്ട സമയം എപ്പോഴാണെന്ന് എനിക്ക് കൃത്യമായി പറഞ്ഞു തരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതുവരെ ഈ സർനാം വിശ്വസ്തരായ അനുയായികൾക്ക് മാത്രമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. മകനെ രാംപാൽ, ഞാൻ തന്നെയാണ് സത്യപുരുഷൻ കബീർ. ഇപ്പോൾ അതിനുള്ള സമയം എത്തിയിരിക്കുകയാണ്. സാർ നാം പിന്നെ സാർ ശബ്ദം നൽകേണ്ടിയിരിക്കുന്ന യഥാർത്ഥ സമയമായി. വാ ഭക്തജി, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു കബീർ പരമാത്മാവ് എന്നെ കാണാൻ നേരിൽ വരുമെന്ന്. എന്നാൽ അന്ന് തന്നെ ഇപ്പോൾ കബീർ പരമാത്മാവാണെന്ന് എന്നോട് പറയുന്നു. ഞാൻ തന്നെ എൻ്റെ ഗുരുജിയോട് ചോദിച്ചിരുന്നു, അല്ലയോ ഗുരുദേവ, ഞാൻ എങ്ങനെയാണ് അങ്ങയെ തിരിച്ചറിയുക? അദ്ദേഹം വന്ന് കാണുമ്പോൾ ഞാൻ എങ്ങനെ അത് മനസ്സിലാക്കുമെന്ന്. ഗുരുജി സ്വാമി രാംദേവാനന്ദജി പറഞ്ഞിരുന്നു, നിന്നെ വിശ്വസിപ്പിക്കുകയും തിരിച്ചറിയിപ്പിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയാണെന്ന്. മകനെ രാംപാൽ, നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? ഞാനാണ് സത്യപുരുഷൻ. കബീർ പരമേശ്വർജിയെ എല്ലാവരും ജീവനുള്ള ബാബയുടെ രൂപത്തിലാണ് കാണുന്നത്. പക്ഷേ അങ്ങ് ജീവനുള്ള ബാബയല്ല. സഞ്ജീവ മഹാത്മാക്കൾ എന്ന് പറയുന്നവർ മുസ്ലിം സന്യാസിമാരാണ്. മുസ്ലിം മതം 1500 വർഷങ്ങൾക്ക് മുമ്പാണ് രൂപപ്പെട്ടത്. ഇതാണ് എൻ്റെ യഥാർത്ഥ രൂപം. ഈ രൂപത്തിൽ ഞാനിതാ നിന്റെ മുൻപിൽ നിൽക്കുന്നു. രാംപാൽ, നീ എൻ്റെ പരമഹംസ ആത്മാവാണ്. ലോകത്തിൻ്റെ ക്ഷേമത്തിനായി ഞാൻ നിന്നെ അയച്ചിരിക്കുന്നു. ഇപ്പോൾ അതിനുള്ള സമയമായിരിക്കുകയാണ്. സാർ നാം സാർ ശബ്ദം നൽകുന്നതിനുള്ള സമയമായിരിക്കുകയാണ്. ചിലപ്പോൾ തലയിൽ ഞാനൊരു കിരീടം ധരിക്കുന്നു, ചിലപ്പോൾ ഒരു തലപ്പാവ്, ചിലപ്പോൾ ഒരു തൊപ്പി. ഞാൻ 4 യുഗങ്ങളിലും വരുന്നു. സത്യയുഗത്തിൽ സത്സുഹൃത്ത് എന്ന പേരിലും, ത്രേതായുഗത്തിൽ മുനീന്ദർ എന്ന പേരിലും, ദ്വാപര യുഗത്തിൽ കരുണാമയ എന്ന നാമത്തിലും, കലിയുഗത്തിൽ എൻ്റെ യഥാർത്ഥ പേര് കബീർദേവ് എന്ന പേരിലും ഞാൻ വരുന്നു. നിങ്ങളെപ്പോലുള്ള ഹംസാത്മാക്കളെ കണ്ടുമുട്ടുകയും അവരുടെ ആശയക്കുഴപ്പങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾക്ക് ജീവിക്കുന്ന ഒരു മഹാത്മാവിൻ്റെ രൂപത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂവെങ്കിൽ എൻ്റെ ആ രൂപവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ.
അല്ലയോ പരമേശ്വർജി, അങ്ങ് എന്നോട് ക്ഷമിച്ചാലും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് തെറ്റുപറ്റി. അങ്ങ് എനിക്ക് സാക്ഷാൽ ദർശനം നൽകി. പക്ഷെ എനിക്കങ്ങയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിച്ചാലും മഹാപ്രഭുവേ. മകനെ രാംപാൽ, ഇപ്പോൾ ആ സമയം എത്തിച്ചേർന്നിരിക്കുന്നു. അത് തന്നെയാണ് ഞാൻ ധർമ്മദാസനോട് പറഞ്ഞ വാക്ക്. കലിയുഗം 5500 വർഷം കഴിയുമ്പോൾ എൻ്റെ ഈ വാക്കുകൾ സത്യമാവും, പ്രപഞ്ചത്തിൽ അത് പ്രകടമാവും. അതായത് കലിയുഗത്തിൽ 5505 വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ തന്നെ ഈ ഭൂമിയിലേക്ക് വരും. എൻ്റെ കുട്ടികൾക്ക് തത്വജ്ഞാനം വിശദീകരിച്ചതിന് ശേഷം ഞാൻ അവരെ ഈ കാലലോകത്ത് നിന്ന് സന്തുലോകത്തിലേക്ക് കൊണ്ടുപോകും. മകനെ രാംപാൽ, നീ എൻ്റെ പരമഹംസ ആത്മാവാണ്. ഇനി മുതൽ മകനെ, ഞാൻ നിന്റെ രൂപത്തിൽ എല്ലാ ലീലകളും അനുഷ്ഠിക്കും. എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് സന്തലോകത്തിൻ്റെ പാത കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഇപ്രകാരം കബീർ പരമാത്മാവ് സന്ത് രാംപാൽജി മഹാരാജിനെ ജീവനോടെ തന്നെ സദ്ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് തൻ്റെ ലീലകളെ തുടർന്നുകൊണ്ടേയിരുന്നു. भक्ति हेत काया धर आए, अवगत सहत कबीर हूँ। भक्ति हेत काया धर आए, अवगत सहत कबीर हूँ। अमर करूँ सतलोक पठाऊँ, तात बंदी छोड़ कहाऊँ। ഇപ്രകാരം കബീർ പരമാത്മാവ് സന്ത് രാംപാൽജി മഹാരാജിനെ ജീവനോടെ തന്നെ സദ്ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ രീതിയിൽ ദൈവം കബീർജി വിശുദ്ധ രാംപാൽജി മഹാരാജിനെ തന്റെ ഭൗതിക രൂപത്തിൽ സത്ലോകത്തിലേക്ക് അയക്കുന്നു. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം കബീർ തന്നെ ലോകത്തെ മുഴുവൻ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സന്ത് രാംപാൽജി മഹാരാജിന്റെ രൂപത്തിൽ ഈ പവിത്ര ദൗത്യം ഏറ്റെടുക്കുന്നു. ദൈവം കബീർ സന്ത് മഹാരാജിന്റെ രൂപത്തിൽ സ്വയം മറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ദിവ്യ നാടകം ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയാത്തത്രയും വളരെ വലുതാണ്. ഒരു സന്തിന്റെ രൂപത്തിൽ പരമാത്മാവ് പ്രവർത്തിക്കുന്നു എന്നത്, ഈ സത്യം ഭക്തജനം അറിയേണ്ടത് വളരെ പ്രധാനമായിരുന്നു. പരമാത്മാവ് കബീറിന്റെ തന്നെ അവതാരമായ സദ്ഗുരു രാംപാൽജി മഹാരാജിന് ജയ്. ഇപ്പോഴാണ് കുട്ടികളെ അറിവ് പൂർണ്ണമായിരിക്കുന്നത്. ഇപ്പോഴാണ് ശരിയായ സമയം വന്നിരിക്കുന്നത്. ഗുരു പൂർണ്ണനാണ്, അറിവ് പൂർണ്ണമാണ്, പരമാത്മാവ് പൂർണ്ണനാണ്. सब ही नारी नर शुद्ध तब, जब ठीक का दिन आवंत, कपट चातुरी छोड़ के सरल कबीर गहंत. കുട്ടികളെ, ആ ശരിയായ ദിനം എത്തിയിരിക്കുന്നു. ചുറ്റുമൊക്കെ ദാതാവിൻ്റെ ഘോഷം ഉയർന്നിരിക്കുന്നു. कहाँ उग्र कहाँ शूद्र हो. അവിടെയാണിപ്പോൾ ദൈവിക സന്തോഷവും ശാന്തിയും നിറഞ്ഞത്. ഉപയോഗശൂന്യനായ ഒരാളായാലും हरे सब की भाव पीर परमात्मा, ദൈവമേ, ഞാൻ അയക്കുന്ന പുണ്യാത്മാവ് വരും, എല്ലാവരുടെയും ദുഃഖമകറ്റും. हरे सब की भाव पीर, सो समान समदृष्टि है समृत सत कबीर. അവൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാകും. എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തുല്യ സ്നേഹം നൽകും. എല്ലാവരോടും തുല്യമായി പെരുമാറും. സർനാം സാക്ഷാത് നൽകുന്നവൻ അവനാണ് സാക്ഷാത് സമർത്ഥനും സമദർശിയുമായ സദ്കബീർ ദേവൻ. പറയുക, ബന്ദി ചോട് കബീർ സാഹിബ് കി ജയ്. നിങ്ങളുടെ മോക്ഷത്തിനായി ദൈവം ഒരു കല്ലും ഉപേക്ഷിച്ചിട്ടില്ല. സാധ്യമായ എല്ലാ ക്രമീകരണങ്ങളും അവരുണ്ടാക്കിയിരിക്കുന്നു. കുട്ടികളെ, നിങ്ങൾ ദയവുള്ളവരായിരിക്കണം. ആ പരമപിതാവിനോട് കരുണ കാണിക്കും. കുട്ടികളെ, വരും തലമുറകൾ നിങ്ങളെയും ഓർക്കും.
ചന്ദ്രനും സൂര്യനും ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ പേര് നമ്മുടെ മാതാപിതാക്കളിൽ ആരുടേതാണോ, ഏത് മുത്തച്ഛനോ മുതുമുത്തച്ഛനോ മുത്തശ്ശിയോ ആണ് ഈ ശാശ്വതമായ അറിവ് നമ്മുടെ ഭൂതകാലത്തിലേക്ക് കൊണ്ടുവന്നത്. വരും തലമുറകളുടെ മോക്ഷത്തിന് നിങ്ങൾ ഉത്തരവാദിയാണ്. സ്വയം ത്യാഗം ചെയ്യുക. ആ പരമപിതാവിനെ തിരിച്ചറിയുക. നിങ്ങളുടെ ഗുരുദേവനെ തിരിച്ചറിയുക. പരമാത്മാവ് നിങ്ങൾക്ക് മോക്ഷം നൽകട്ടെ. അദ്ദേഹം നിങ്ങളെ ഭാഗ്യത്താൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എപ്പോഴും പരമാത്മാവിനെ ഓർക്കട്ടെ. സത്ലോകത്തിനെ ഓർക്കുക. കാലന്റെ വേദന ഓർക്കുക. ഇവിടെയും സന്തോഷിക്കൂ. സത്ലോകത്തിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുക. ये दास का आशीर्वाद है। सत साहिब।